ഹായ് ഓൾ, ഗാലക്റ്റിക് ക്വിസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അഖില കേരള വായനോത്സവം ലൈബ്രറി കൗൺസിൽ ക്വിസ് താലൂക്ക് തല മത്സരത്തിലേക്ക് ആവശ്യമായ ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് എല്ലാവർക്കും വളരെയധികം യൂസ്ഫുൾ ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആദ്യത്തെ ചോദ്യം, കേണലിന് ആരും എഴുതുന്നില്ല എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? ഉത്തരം ഗബ്രിയേൽ ഗാർസിയ മാർക്കേസ്. ഗബ്രിയേൽ ഗാർസിയ മാർക്കേസ് ആണ് കേണലിന് ആരും എഴുതുന്നില്ല എന്ന കൃതിയുടെ കർത്താവ്. അടുത്ത ക്വസ്റ്റ്യൻ, പവിഴപ്പുറ്റുകൾ കടലിലെ മഴക്കാടുകൾ എന്ന കൃതി എഴുതിയത് ആരാണ്? ഉത്തരം അരുൺ അലോഷ്യസ്. അരുൺ അലോഷ്യസ് ആണ് പവിഴപ്പുറ്റുകൾ കടലിലെ മഴക്കാടുകൾ എന്ന കൃതി എഴുതിയത്. അടുത്ത ക്വസ്റ്റ്യൻ, കേണലിന് ആരും എഴുതുന്നില്ല എന്ന കൃതി മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് ആരാണ്? ഉത്തരം ഐമനം ജോൺ. ഐമനം ജോൺ ആണ് കേണലിന് ആരും എഴുതുന്നില്ല എന്ന കൃതി മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത്. അടുത്ത ക്വസ്റ്റ്യൻ, കേണലിൻ്റെ മകൻ്റെ പേര് എന്താണ്? ഉത്തരം അഗസ്റ്റിൻ. അഗസ്റ്റിൻ എന്നതാണ് കേണലിൻ്റെ മകൻ്റെ പേര്. അഗസ്റ്റിൻ്റെ തലതൊട്ടപ്പൻ ആരാണ്? ഉത്തരം സബാസ്. സബാസ് ആണ് അഗസ്റ്റിൻ്റെ തലതൊട്ടപ്പൻ. അടുത്ത ചോദ്യം, കേണൽ തനിക്ക് കത്തുകൾ വരുമെന്ന് പ്രതീക്ഷിച്ചു പോകുന്ന ദിവസം ഏതാണ്? ഉത്തരം വെള്ളിയാഴ്ച. വെള്ളിയാഴ്ചയാണ് കേണൽ തനിക്ക് കത്തുകൾ വരുമെന്ന് പ്രതീക്ഷിച്ച് പോകുന്നത്. കടലിലെ മഴക്കാടുകൾ എന്നറിയപ്പെടുന്നത് എന്താണ്? ഉത്തരം പവിഴപ്പുറ്റുകൾ. പവിഴപ്പുറ്റുകളാണ് കടലിലെ മഴക്കാടുകൾ എന്ന് അറിയപ്പെടുന്നത്. ഭൂമുഖത്ത് ജീവികളാൽ സ്വാഭാവികമായി നിർമ്മിക്കുന്ന ഏറ്റവും വലിയ നിർമ്മിതി ഏതാണ്? ഉത്തരം പവിഴപ്പുറ്റ്. പവിഴപ്പുറ്റാണ് ഭൂമുഖത്ത് ജീവികളാൽ നിർമ്മിക്കപ്പെടുന്ന സ്വാഭാവികമായ ഏറ്റവും വലിയ നിർമ്മിതി. അടുത്ത ക്വസ്റ്റ്യൻ, എന്തുതരം വസ്തു കൊണ്ടാണ് പവിഴപ്പുറ്റുകൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്? ഉത്തരം കാൽസ്യം കാർബണേറ്റ് സ്രവങ്ങളാൽ. കാൽസ്യം കാർബണേറ്റ് സ്രവങ്ങളാലാണ് പവിഴപ്പുറ്റുകൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ഇന്ന് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായി എത്ര ചതുരശ്ര കിലോമീറ്ററാണ് പവിഴപ്പുറ്റുകൾ കാണപ്പെടുന്നത്? ഉത്തരം 2,84,300 ചതുരശ്ര കിലോമീറ്റർ. 2,84,300 ചതുരശ്ര കിലോമീറ്റർ ആണ് ഇന്ന് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായി കാണപ്പെടുന്ന പവിഴപ്പുറ്റുകളുടെ നീളം. ലോകത്ത് ഏറ്റവും കൂടുതൽ പവിഴപ്പുറ്റുകൾ ഒരുമിച്ച് കാണപ്പെടുന്നത് എവിടെയാണ്? ഉത്തരം ഓസ്ട്രേലിയയിലെ ഗ്രേറ്റ് ബാരിയർ റീഫ്. ഓസ്ട്രേലിയയിലെ ഗ്രേറ്റ് ബാരിയർ റീഫിലാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ പവിഴപ്പുറ്റുകൾ ഒരുമിച്ച് കാണപ്പെടുന്നത്. വലിയ വലിയ പവിഴപ്പുറ്റുകൾ എവിടെയാണ് സാധാരണ കാണപ്പെടാറുള്ളത്? ഉത്തരം ആഴം കുറഞ്ഞ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ. ആഴം കുറഞ്ഞ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലാണ് സാധാരണയായി വലിയ വലിയ പവിഴപ്പുറ്റുകൾ കാണപ്പെടാറുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, തീരപ്രദേശവുമായി യാതൊരു ബന്ധവുമില്ലാതെ ഉൾക്കടലിൻ്റെ അടിത്തട്ടിൽ നിന്നും മുകളിലേക്ക് രൂപപ്പെടുന്ന പവിഴപ്പുറ്റുകളുടെ പേര് എന്താണ്? ഉത്തരം തട്ട് പവിഴപ്പുറ്റുകൾ. തട്ട് പവിഴപ്പുറ്റുകൾ എന്നാണ് തീരപ്രദേശവുമായി യാതൊരു ബന്ധവുമില്ലാതെ ഉൾക്കടലിൻ്റെ അടിത്തട്ടിൽ നിന്നും മുകളിലേക്ക് രൂപപ്പെടുന്ന പവിഴപ്പുറ്റുകൾക്ക് വിളിക്കുന്ന പേര്. മില്ലിപോറ കോറലിൻ്റെ മറ്റൊരു പേരെന്താണ്? ഉത്തരം ഫയർ കോറൽ. ഫയർ കോറൽ എന്നാണ് മില്ലിപോറ കോറലിൻ്റെ മറ്റൊരു പേര്. പനമരത്തിൻ്റെ രൂപസാദൃശ്യമുള്ള പവിഴപ്പുറ്റുകൾ ഏവ? ഉത്തരം ഗ്രാമ്പൂ പവിഴങ്ങൾ. ഗ്രാമ്പൂ പവിഴങ്ങളാണ് പനമരത്തിൻ്റെ രൂപസാദൃശ്യമുള്ള പവിഴപ്പുറ്റുകൾ. പവിഴപ്പുറ്റുകൾക്കുണ്ടാകുന്ന കറുത്ത കുത്ത് രോഗത്തിൻ്റെ മറ്റൊരു പേര് എന്താണ്? ഉത്തരം ഡാർക്ക് സ്പോട്ട് രോഗം. ഡാർക്ക് സ്പോട്ട് രോഗം എന്നാണ് പവിഴപ്പുറ്റുകൾക്കുണ്ടാകുന്ന കറുത്ത കുത്ത് രോഗത്തിൻ്റെ മറ്റൊരു പേര്. കോറലുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു അലൈംഗിക പ്രത്യുൽപാദന രീതി ഏതാണ്? ഉത്തരം ഫ്രാഗിംഗ്. ഫ്രാഗിംഗ് എന്നതാണ് കോറലുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനായുള്ള ഒരു അലൈംഗിക പ്രത്യുൽപാദന രീതി. ഏതൊക്കെ അസുഖങ്ങൾക്കുള്ള ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന രാസസംയുക്തങ്ങൾ പവിഴപ്പുറ്റുകളിൽ നിന്നുമാണ് ഉൽപ്പാദിപ്പിക്കുന്നത് എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നത്? ഉത്തരം അർബുദം, ഹൃദയരോഗങ്ങൾ. അർബുദം, ഹൃദയരോഗങ്ങൾ തുടങ്ങിയവയുടെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന രാസസംയുക്തങ്ങൾ പവിഴപ്പുറ്റിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്നുവെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ,
2001 വന്യജീവി സംരക്ഷണ നിയമത്തിലെ ഭേദഗതി പ്രകാരം ഏതെല്ലാം ജീവികളെയാണ് സംരക്ഷണ പരിധിയിൽ ഉൾപ്പെടുത്തിയത്? ഉത്തരം തരുണാസ്ഥി മത്സ്യങ്ങൾ, പവിഴങ്ങൾ, മൊളസ്കുകൾ. തരുണാസ്ഥി മത്സ്യങ്ങൾ, പവിഴങ്ങൾ, മൊളസ്കുകൾ തുടങ്ങിയവയാണ് 2001 വന്യജീവി സംരക്ഷണ നിയമത്തിലെ ഭേദഗതി പ്രകാരം സംരക്ഷണ പരിധിയിൽ ഉൾപ്പെടുത്തിയത്. ഇന്ത്യയിലെ വന്യജീവികളുടെയും സമുദ്രജീവികളുടെയും സംരക്ഷണവുമായി ബന്ധപ്പെട്ട പ്രാഥമിക നിയമം നിലവിൽ വന്നത് എന്നാണ്? ഉത്തരം 1972 വന്യജീവി സംരക്ഷണ നിയമം. 1972 വന്യജീവി സംരക്ഷണ നിയമമാണ് ഇന്ത്യയിലെ വന്യജീവികളുടെയും സമുദ്രജീവികളുടെയും സംരക്ഷണവുമായി ബന്ധപ്പെട്ട് നിലവിൽ വന്ന പ്രാഥമിക നിയമം. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏത് ജില്ലയിലാണ് പവിഴപ്പുറ്റുകൾ കാണപ്പെടുന്നത്? ഉത്തരം തിരുവനന്തപുരം ജില്ലയിലെ തുമ്പ, വിഴിഞ്ഞം, അടിമലത്തുറ എന്നീ പ്രദേശങ്ങളിൽ. തിരുവനന്തപുരം ജില്ലയിലെ തുമ്പ, വിഴിഞ്ഞം, അടിമലത്തുറ എന്നീ പ്രദേശങ്ങളിൽ പവിഴപ്പുറ്റുകൾ കാണപ്പെടാറുണ്ട്. ഈ വീഡിയോയിൽ കലാം കാലം എന്ന പുസ്തകത്തിൽ നിന്നുമുള്ള ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യത്തെ ചോദ്യം, കലാം കാലം എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? ഉത്തരം PJ സണ്ണി. PJ സണ്ണിയാണ് കലാം കാലം എന്ന കൃതിയുടെ കർത്താവ്. കലാം എന്നാണ് ജനിച്ചത്? ഉത്തരം 1931 ഒക്ടോബർ 15. 1931 ഒക്ടോബർ 15 കലാം ജനിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, കലാം എവിടെയാണ് ജനിച്ചത്? ഉത്തരം തമിഴ്നാട്ടിലെ രാമേശ്വരത്ത്. തമിഴ്നാട്ടിലെ രാമേശ്വരത്താണ് കലാം ജനിച്ചത്. കലാമിൻ്റെ പിതാവ് ആരായിരുന്നു? ഉത്തരം ബോട്ടുടമയും സ്ഥലത്തെ മോസ്കിലെ പുരോഹിതനുമായിരുന്ന ജൈനുലാബ്ദീൻ. കലാമിൻ്റെ പിതാവ് ഒരു ബോട്ടുടമയായിരുന്നു, കൂടാതെ ആ സ്ഥലത്തെ മോസ്കിലെ പുരോഹിതനുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ജൈനുലാബ്ദീൻ എന്നതുമായിരുന്നു. കലാമിൻ്റെ മാതാവിൻ്റെ പേര് എന്താണ്? ഉത്തരം ആഷിയാമ. ആഷിയാമ എന്നതാണ് കലാമിൻ്റെ മാതാവിൻ്റെ പേര്. കലാം എന്ന ഇസ്ലാമിക പദത്തിൻ്റെ അർത്ഥം എന്താണ്? ഉത്തരം പ്രസംഗം, പ്രഭാഷണം എന്നാണ്. പ്രസംഗം, പ്രഭാഷണം എന്നൊക്കെയാണ് കലാം എന്ന ഇസ്ലാമിക വാക്കിൻ്റെ അർത്ഥം. കലാമിൻ്റെ മുഴുവൻ നാമം എന്താണ്? ഉത്തരം അബുൽ പക്കീർ ജൈനുലാബ്ദീൻ അബ്ദുൽ കലാം. അബുൽ പക്കീർ ജൈനുലാബ്ദീൻ അബ്ദുൽ കലാം എന്നതാണ് കലാമിൻ്റെ മുഴുവൻ നാമം. കലാമിന് എത്ര സഹോദരങ്ങളാണ് ഉണ്ടായിരുന്നത്? ഉത്തരം 3 സഹോദരന്മാരും ഒരു സഹോദരിയും. 3 സഹോദരന്മാരും ഒരു സഹോദരിയുമായിരുന്നു കലാമിന് ഉണ്ടായിരുന്നത്. കലാമിൻ്റെ സഹോദരിയുടെ പേര് എന്താണ്? ഉത്തരം ആസിം സുഹ്റ. ആസിം സുഹ്റ എന്നതാണ് കലാമിൻ്റെ സഹോദരിയുടെ പേര്. ഏത് വർഷമാണ് പാമ്പൻ പാലം ഗതാഗതത്തിന് തുറന്നുകൊടുത്തത്? ഉത്തരം 1914. 1914 പാമ്പൻ പാലം ഗതാഗതത്തിന് തുറന്നുകൊടുത്തത്. അടുത്ത ക്വസ്റ്റ്യൻ, കലാമിൻ്റെ ചെറുപ്പകാലത്ത് പ്രചാരത്തിലുണ്ടായിരുന്ന തമിഴ് ദിനപത്രം ഏതായിരുന്നു? ഉത്തരം ദിനമണി. ദിനമണി എന്ന തമിഴ് ദിനപത്രമായിരുന്നു കലാമിൻ്റെ ചെറുപ്പകാലത്ത് പ്രചാരത്തിൽ മുന്നിൽ നിന്നിരുന്നത്. കലാമിൻ്റെ കുട്ടിക്കാലത്ത് അവരുടെ നാട്ടിൽ ഇംഗ്ലീഷ് അറിയാവുന്നത് ആർക്ക് മാത്രമായിരുന്നു? ഉത്തരം ജലാവുദ്ദീൻ. ജലാവുദ്ദീന് മാത്രമായിരുന്നു കലാമിൻ്റെ കുട്ടിക്കാലത്ത് അവരുടെ നാട്ടിൽ ഇംഗ്ലീഷ് അറിയാവുന്നത്. ലോക പ്രശസ്ത പുസ്തകങ്ങളെക്കുറിച്ചുള്ള കുറിപ്പുകൾ അടങ്ങിയ സിനാഷിയുടെ പുസ്തകം എന്ന പുസ്തകത്തിൽ നിന്നുള്ള ചില ചോദ്യോത്തരങ്ങളാണ് ഇന്ന് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം, ഈ പുസ്തകത്തിൽ എത്ര പുസ്തകങ്ങളെക്കുറിച്ചുള്ള വായനാ കുറിപ്പുകളാണ് സിനാഷ തയ്യാറാക്കിയിരിക്കുന്നത്? ഉത്തരം 87 പുസ്തകങ്ങൾ. 87 പുസ്തകങ്ങളുടെ വായനാക്കുറിപ്പുകളാണ് ഈ പുസ്തകത്തിൽ സിനാഷ കുറിച്ചിട്ടുള്ളത്. ഏത് വർഷം മുതൽ ഏത് വർഷം വരെയുള്ള വായനാക്കുറിപ്പുകളാണ് സിനാഷ ഈ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഉത്തരം 2018 8-ാം മാസം 21 മുതൽ 2023 6-ാം മാസം 9-ാം തീയതി വരെയുള്ള വായനാക്കുറിപ്പുകളാണ് സിനാഷ ഈ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അടുത്ത ചോദ്യം, സിനാഷയുടെ പുസ്തകത്തിന് അവതാരിക എഴുതിയിരിക്കുന്നവർ ആരൊക്കെയാണ്? ഉത്തരം ഡോക്ടർ AM ശ്രീധരൻ, CM വിനയചന്ദ്രൻ. ഡോക്ടർ AM ശ്രീധരൻ, CM വിനയചന്ദ്രൻ എന്നിവരാണ് സിനാഷയുടെ പുസ്തകത്തിന് അവതാരിക എഴുതിയിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
സിനാഷയുടെ പുസ്തകത്തിലെ ആദ്യത്തെ വായനാക്കുറിപ്പ് ഏത് പുസ്തകത്തെക്കുറിച്ചാണ്? ഏണസ്റ്റോ ചെഗുവേര ധീരതയുടെ ഇതിഹാസം. ഏണസ്റ്റോ ചെഗുവേര ധീരതയുടെ ഇതിഹാസം എന്നതാണ് സിനാഷയുടെ പുസ്തകത്തിലെ ആദ്യത്തെ വായനാക്കുറിപ്പ്. അടുത്ത ചോദ്യം, സിനാഷയുടെ പുസ്തകത്തിലെ അവസാനത്തെ വായനാക്കുറിപ്പ് ഏത് പുസ്തകത്തെക്കുറിച്ചാണ്? ഉത്തരം ഫ്രാൻസ് കാഫ്കയുടെ ദുർഗം എന്ന നോവലിനെ കുറിച്ചാണ്. ദുർഗം എന്ന നോവലിനെ കുറിച്ചാണ് സിനാഷയുടെ പുസ്തകത്തിലെ അവസാനത്തെ വായനാക്കുറിപ്പ്. അടുത്ത ചോദ്യം, ഏത് നോവലിൻ്റെ മൊഴിമാറ്റമാണ് ദുർഗം? ഉത്തരം ദ കാസിൽ. ദ കാസിൽ എന്ന നോവലിൻ്റെ മൊഴിമാറ്റമാണ് ദുർഗം. അടുത്ത ചോദ്യം, ഫ്രാൻസ് കാഫ്കയുടെ ഏത് നോവലാണ് സിനാഷയെ ആഴ്ചകളോളം മായാവലയത്തിൽ പെടുത്തിക്കളഞ്ഞത്? ഉത്തരം കുതിരയും സവാരിക്കാരനും. കുതിരയും സവാരിക്കാരനും എന്ന നോവലാണ് സിനാഷയെ ആഴ്ചകളോളം മായാവലയത്തിൽ പെടുത്തിക്കളഞ്ഞത്. ഇടശ്ശേരിയുടെ വളരെ പ്രശസ്തമായ മലയാളത്തിൻ്റെ പ്രിയ കവിതകൾ എന്ന ബുക്കിൽ നിന്നുമുള്ള ചില ചോദ്യോത്തരങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതെല്ലാവർക്കും വളരെയധികം യൂസ്ഫുൾ ആകുമെന്ന് വിശ്വസിക്കുന്നു. ആദ്യത്തെ ചോദ്യം, ഇടശ്ശേരി അവസാനം എഴുതിയ കവിത ഏതാണ്? ഉത്തരം ഒരു കത്ത്. ഒരു കത്താണ് ഇടശ്ശേരി അവസാനം എഴുതിയ കവിത. ഇടശ്ശേരി ആർക്കയച്ച കത്താണ് അത്? ശ്രീ ശങ്കരനാരായണൻ എമ്പ്രാന്തിരിക്ക്. ശ്രീ ശങ്കരനാരായണൻ എമ്പ്രാന്തിരിക്ക് അയച്ച കത്താണ് അവസാന കവിത. ഈ കത്ത് അയച്ച തീയതി എന്നാണ്? ഉത്തരം 1974 9-ാം മാസം 17-ാം തീയതി. 8 വരികൾ മാത്രമുള്ള ഇടശ്ശേരിയുടെ ചെറിയ കവിതയുടെ പേര് എന്താണ്? ഉത്തരം മാപ്പില്ല. മാപ്പില്ല എന്നതാണ് 8 വരികൾ മാത്രമുള്ള ഇടശ്ശേരിയുടെ ചെറിയ കവിതയുടെ പേര്. തുഞ്ചൻ ദിനാഘോഷത്തിന് വായിക്കാൻ വേണ്ടി എഴുതിയ കവിതയുടെ പേര് എന്താണ്? ഉത്തരം ഹനുമൽ സേവ തുഞ്ചൻ പറമ്പിൽ. ഹനുമൽ സേവ തുഞ്ചൻ പറമ്പിൽ എന്നത് തുഞ്ചൻ ദിനാഘോഷത്തിന് വായിക്കാൻ വേണ്ടി എഴുതിയ കവിതയാണ്. അടുത്ത ചോദ്യം, തെക്കേ മലബാറിൽ പൊട്ടിയെ കളയുക എന്നത് വടക്ക് ചെല്ലുമ്പോൾ എന്തായി മാറുന്നു? ഉത്തരം കലിയനെ കളയൽ. തെക്കേ മലബാറിൽ പൊട്ടിയെ കളയുക എന്നത് വടക്കേ മലബാറിൽ ചെല്ലുമ്പോൾ കലിയനെ കളയൽ എന്നതായി മാറുന്നു. അടുത്ത ചോദ്യം, വള്ളത്തോൾ, ഇ വി നാലപ്പാടൻ തുടങ്ങിയവരെ അല്പം അകന്നുനിന്ന് നോക്കിക്കാണുന്നതിലുണ്ടായ രസം ഒരു അടിയനിലൂടെ പ്രകടമാക്കിയിരിക്കുന്ന കവിത ഏതാണ്? ഉത്തരം ബിംബിസാരൻ്റെ ഇടയൻ. ബിംബിസാരൻ്റെ ഇടയൻ എന്നത് വള്ളത്തോൾ, ഇ വി നാലപ്പാടൻ തുടങ്ങിയവരെ അല്പം അകന്നുനിന്ന് നോക്കിക്കാണുന്നതിലുണ്ടായ രസം ഒരു അടിയനിലൂടെ പ്രകടമാക്കിയിരിക്കുന്ന കവിതയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന മത്സ്യബന്ധന വ്യവസായത്തിന് ഇടശ്ശേരിയുടെ വകയായുള്ള ഒരു പ്രചരണ സാഹിത്യകൃതി ഏതാണ്? ഉത്തരം സാഗരസ്തുതി. സാഗരസ്തുതിയാണ് കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന മത്സ്യബന്ധന വ്യവസായത്തിന് ഇടശ്ശേരിയുടെ വകയായുള്ള ഒരു പ്രചരണ സാഹിത്യ കൃതി. അടുത്ത ചോദ്യം, ഉദ്യോഗം തേടി മറുനാട്ടിൽ പോയ മകനെക്കുറിച്ച് ഓണക്കാലത്തുണ്ടായ മനക്ലേശം കാരണം എഴുതിയ കവിത ഏതാണ്? ഉത്തരം ഒരമ്മ പാടുന്നു. ഒരമ്മ പാടുന്നു എന്നതാണ് ഉദ്യോഗം തേടി മറുനാട്ടിൽ പോയ മകനെക്കുറിച്ച് ഓണക്കാലത്ത് ഉണ്ടായ മനക്ലേശം കാരണം എഴുതിയ കവിത. മലമ്പുഴ കണ്ടതിനു ശേഷം കവി എഴുതിയ കവിത ഏതാണ്? പഴകിയ ചാലുകൾ മാറ്റുക. പഴകിയ ചാലുകൾ മാറ്റുക എന്നതാണ് മലമ്പുഴ കണ്ടതിനു ശേഷം കവി എഴുതിയ കവിത. അടുത്ത ക്വസ്റ്റ്യൻ, ക്ഷേത്രത്തിലെ മൃഗബലി പോലെ പലപ്പോഴും കവിക്ക് കാണേണ്ടി വന്നിട്ടുള്ള ദാരുണ സംഭവം ഏതാണ്? ഉത്തരം വിളജപ്തി. വിളജപ്തിയാണ് ക്ഷേത്രത്തിലെ മൃഗബലി പോലെ പലപ്പോഴും കവിക്ക് കാണേണ്ടി വന്നിട്ടുള്ള ദാരുണ സംഭവം. അടുത്ത ക്വസ്റ്റ്യൻ, വിളജപ്തിയുമായി ബന്ധപ്പെട്ട 3 കക്ഷികൾ ആരൊക്കെയാണ്? ഉത്തരം കർഷകൻ, ജന്മി, കോടതി. കർഷകൻ, ജന്മി, കോടതി തുടങ്ങിയവരാണ് വിളജപ്തിയുമായി ബന്ധപ്പെട്ട 3 കക്ഷികൾ. ഹൈസ്കൂൾ വിഭാഗത്തിന് ആവശ്യമായ വൈശാഖൻ തമ്പി രചിച്ച കാലാവസ്ഥ ഭൗതികവും ഭൂമികവും എന്ന ബുക്കിൽ നിന്നുമുള്ള ചോദ്യങ്ങളാണ് ഇത്തവണ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതെല്ലാവർക്കും വളരെയധികം യൂസ്ഫുൾ ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാലാവസ്ഥ ഭൗതികവും ഭൂമികവും എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആരാണ്? ഉത്തരം ഡോക്ടർ വൈശാഖൻ തമ്പി DS. ഡോക്ടർ വൈശാഖൻ തമ്പി DS ആണ് കാലാവസ്ഥ ഭൗതികവും ഭൂമികവും എന്ന കൃതിയുടെ രചയിതാവ്.
കാലാവസ്ഥ മാറ്റം നൽകുന്ന സമ്മർദ്ദങ്ങൾ കാരണം സ്വന്തം വീടും നാടും ഉപേക്ഷിച്ച് പോകാൻ നിർബന്ധിതരാകുന്ന മനുഷ്യരെ പറയുന്ന പേര് എന്താണ്? ഉത്തരം കാലാവസ്ഥ അഭയാർത്ഥികൾ. കാലാവസ്ഥ അഭയാർത്ഥികൾ എന്നാണ് കാലാവസ്ഥ മാറ്റം നൽകുന്ന സമ്മർദ്ദങ്ങൾ കാരണം സ്വന്തം വീടും നാടും ഉപേക്ഷിച്ച് പോകാൻ നിർബന്ധിതരാകുന്ന മനുഷ്യരെ പറയുന്ന പേര്. അടുത്ത ചോദ്യം, പുരാതന കാലാവസ്ഥയെക്കുറിച്ചുള്ള പഠനത്തെ എന്ത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം പ്രാചീന കാലാവസ്ഥാ ശാസ്ത്രം. പ്രാചീന കാലാവസ്ഥാ ശാസ്ത്രം എന്നാണ് പുരാതന കാലാവസ്ഥയെക്കുറിച്ചുള്ള പഠനത്തെ അറിയപ്പെടുന്നത്. ഓരോരോ കാലത്തെയും കാലാവസ്ഥ അവശേഷിപ്പിച്ച ചില അടയാളങ്ങൾ ചില വസ്തുക്കളിൽ വളരെ നീണ്ട കാലത്തേക്ക് നിലനിർത്തപ്പെടാറുണ്ട്. അവയെ എന്തു പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം കാലാവസ്ഥാ പ്രോക്സികൾ. കാലാവസ്ഥാ പ്രോക്സികൾ എന്നാണ് ഓരോരോ കാലത്തെയും കാലാവസ്ഥ അവശേഷിപ്പിച്ച ചില അടയാളങ്ങൾ ചില വസ്തുക്കളിൽ വളരെ നീണ്ട കാലത്തേക്ക് നിലനിർത്തപ്പെടാറുണ്ട് അവയെ അറിയപ്പെടുന്നത്. ഉരുകിയ ഗോളമായി തുടങ്ങിയ ഭൂമി താപോർജ്ജം പുറത്തേക്ക് വിട്ടുകൊണ്ട് പതിയെ തണുക്കാൻ തുടങ്ങിയപ്പോഴാണ് അതിൻ്റെ ഉപരിതലം ഉറയ്ക്കാൻ തുടങ്ങിയത്. ഉറച്ച ഭാഗത്തെ എന്തു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം ഭൂവൽക്കം. ഉരുകിയ ഗോളമായി തുടങ്ങിയ ഭൂമി താപോർജ്ജം പുറത്തേക്ക് വിട്ടുകൊണ്ട് പതിയെ തണുക്കാൻ തുടങ്ങിയപ്പോഴാണ് അതിൻ്റെ ഉപരിതലം ഉറയ്ക്കാൻ തുടങ്ങിയത്. ആ ഉറച്ച ഭാഗമാണ് ഭൂവൽക്കം. അടുത്ത ചോദ്യം, അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്ന ജലബാഷ്പത്തിൻ്റെ അളവാണ് ആർദ്രത. ആർദ്രത എന്നാൽ അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്ന ജലബാഷ്പത്തിൻ്റെ അളവാണ്. ഒരു സ്ഥലത്തെ വായുവിന് ഉൾക്കൊള്ളുവാനാകുന്ന ജലബാഷ്പത്തിൻ്റെ പരമാവധി അളവ് പരിഗണിച്ചാൽ അതിൻ്റെ എത്ര ശതമാനം ജലബാഷ്പം നിലവിലുണ്ട് എന്നതാണ് ആപേക്ഷിക ആർദ്രത. ആപേക്ഷിക ആർദ്രത എന്നാൽ ഒരു സ്ഥലത്തെ വായുവിന് ഉൾക്കൊള്ളാനാകുന്ന ജലബാഷ്പത്തിൻ്റെ പരമാവധി അളവ് പരിഗണിച്ചാൽ അതിൻ്റെ എത്ര ശതമാനം ജലബാഷ്പം നിലവിലുണ്ട് എന്നതാണ്. ഭൂമിയിൽ ഇഴഞ്ഞു വരുന്ന ദുരന്തം എന്നറിയപ്പെടുന്നത് എന്താണ്? ഉത്തരം വരൾച്ച. വരൾച്ചയാണ് ഭൂമിയിൽ ഇഴഞ്ഞു വരുന്ന ദുരന്തം എന്ന് അറിയപ്പെടുന്നത്. വെള്ളപ്പൊക്കങ്ങളെപ്പറ്റി പഠിക്കുന്നത് ആരാണ്? ഉത്തരം ജലവിഭവ ശാസ്ത്രജ്ഞന്മാർ. ജലവിഭവ ശാസ്ത്രജ്ഞന്മാരാണ് വെള്ളപ്പൊക്കങ്ങളെക്കുറിച്ച് പഠിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു പ്രത്യേക കാലയളവിൽ ഒരു പ്രദേശത്ത് ആ സമയത്ത് പ്രതീക്ഷിക്കപ്പെടുന്നതിനേക്കാൾ താപനില ഉയരുന്നതിനെ വിളിക്കുന്ന പേര് എന്താണ്? ഉഷ്ണതരംഗം. ഉഷ്ണതരംഗം എന്നത് ഒരു പ്രത്യേക കാലയളവിൽ ഒരു പ്രദേശത്ത് ആ സമയത്ത് പ്രതീക്ഷിക്കപ്പെടുന്നതിനേക്കാൾ താപനില ഉയരുന്നതിനെ വിളിക്കുന്ന പേരാണ്. ഹൈസ്കൂൾ വിഭാഗത്തിന് ആവശ്യമായ പവിഴപ്പുറ്റുകൾ, കടലിലെ മഴക്കാടുകൾ എന്ന ബുക്കിൽ നിന്നുമുള്ള ഏതാനും ചില ചോദ്യങ്ങളാണ് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത് പാർട്ട് 2 വീഡിയോയാണ്. സുഷിരദേഹ പ്രാണി എന്നറിയപ്പെടുന്നത് എന്താണ്? ഉത്തരം കടൽപ്പന്നി അല്ലെങ്കിൽ സ്പോഞ്ചസ്. സ്പോഞ്ചസിനെയാണ് സുഷിരദേഹ പ്രാണി എന്ന് അറിയപ്പെടുന്നത്. ഹരിത കടൽപ്പായൽ ഏത് രോഗത്തിന് പ്രതിവിധിയായിട്ടാണ് ഉപയോഗിക്കുന്നത്? ഉത്തരം തൈറോയിഡ് വീക്കം. തൈറോയിഡ് വീക്കത്തിന് പ്രതിവിധിയായിട്ടാണ് ഹരിത കടൽപ്പായൽ ഉപയോഗിക്കുന്നത്. കാൽസ്യത്തിൻ്റെ സ്രവം ഉൽപ്പാദിപ്പിക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള ആൽഗകളെ വിളിക്കുന്ന പേര് എന്താണ്? ഉത്തരം കോറലൈൻ ആൽഗകൾ. കോറലൈൻ ആൽഗകൾ എന്നാണ് കാൽസ്യത്തിൻ്റെ സ്രവം ഉൽപ്പാദിപ്പിക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള ആൽഗകളെ വിളിക്കുന്നത്. സസ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വേരുകളോ തണ്ടുകളോ ഇലകളോ ആയി വേർതിരിക്കുവാൻ കഴിയാത്ത ബഹുകോശ ജീവികളെ വിളിക്കുന്ന പേര് എന്താണ്? ഉത്തരം പായലുകൾ. പായലുകളാണ് സസ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായി വേരുകളോ തണ്ടുകളോ ഇലകളോ ആയി വേർതിരിക്കുവാൻ കഴിയാത്ത ബഹുകോശ ജീവികളെ വിളിക്കുന്ന പേര്. പായലുകളെ വർഗീകരിച്ചിരിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഉത്തരം നിറത്തിൻ്റെ. നിറത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പായലുകളെ വർഗീകരിച്ചിരിക്കുന്നത്. പായലുകളെ നിറത്തിൻ്റെ അടിസ്ഥാനത്തിൽ എത്രയായി വർഗീകരിച്ചിരിക്കുന്നു? ഉത്തരം 4ആയി. 4ആയാണ് പായലുകളെ നിറത്തിൻ്റെ അടിസ്ഥാനത്തിൽ വർഗീകരിച്ചിരിക്കുന്നത്. 4 തരം പായലുകൾ ഏതൊക്കെയാണ്? ആൻസർ: നീലഹരിത പായലുകൾ, ചുവന്ന കടൽപ്പായലുകൾ, തവിട്ട് കടൽപ്പായലുകൾ, ഹരിത കടൽപ്പായലുകൾ. നീലഹരിത പായലുകൾ, ചുവന്ന കടൽപ്പായലുകൾ, തവിട്ട് കടൽപ്പായലുകൾ, ഹരിത കടൽപ്പായലുകൾ എന്നിവയാണ് 4 തരം പായലുകൾ. അടുത്ത ചോദ്യം, ഒരു പവിഴപ്പുറ്റിലെ പ്രധാന മേഖലകൾ ഏതൊക്കെയാണ്? ഉത്തരം പരന്ന മേഖല, ശിഖരം, മുൻഭാഗം. പരന്ന മേഖല, ശിഖരം, മുൻഭാഗം എന്നിവയാണ് ഒരു പവിഴപ്പുറ്റിലെ പ്രധാനപ്പെട്ട മേഖലകൾ. പവിഴപ്പുറ്റുകളെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തരംതിരിച്ചിരിക്കുന്നത്?
ഉത്തരം സ്ഥാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ. സ്ഥാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പവിഴപ്പുറ്റുകളെ തരംതിരിച്ചിരിക്കുന്നത്. പവിഴപ്പുറ്റുകളെ അവയുടെ സ്ഥാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എത്രയായി തരംതിരിച്ചിരിക്കുന്നു? ഉത്തരം 5ആയി. 5ആയാണ് പവിഴപ്പുറ്റുകളെ അവയുടെ സ്ഥാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തരംതിരിച്ചിരിക്കുന്നത്. 5 തരം പവിഴപ്പുറ്റുകൾ ഏതൊക്കെയാണ്? ഉത്തരം തീരപ്പുറ്റ്, പവിഴരോധിക, പവിഴദ്വീപ് വലയം, തട്ടുപവിഴപ്പുറ്റുകൾ, ശകല പവിഴപ്പുറ്റുകൾ. തീരപ്പുറ്റ്, പവിഴരോധിക, പവിഴദ്വീപ് വലയം, തട്ടുപവിഴപ്പുറ്റുകൾ, ശകല പവിഴപ്പുറ്റുകൾ എന്നിവയാണ് 5 തരം പവിഴപ്പുറ്റുകൾ. പി. വത്സലയുടെ നെല്ല് എന്ന നോവലിനെ ആസ്പദമാക്കിയുള്ള ചോദ്യോത്തരങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതെല്ലാവർക്കും യൂസ്ഫുൾ ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആദ്യത്തെ ചോദ്യം, നെല്ല് എന്ന നോവലിലെ പ്രധാന കഥാപാത്രത്തിൻ്റെ പേരെന്താണ്? ഉത്തരം മല്ലൻ. മല്ലൻ എന്നതാണ് നെല്ല് എന്ന നോവലിലെ പ്രധാന കഥാപാത്രത്തിൻ്റെ പേര്. നെല്ല് എന്ന നോവലിലെ കഥാനായികയുടെ പേരെന്താണ്? ഉത്തരം മാര. നെല്ല് എന്ന നോവലിലെ കഥാനായികയുടെ പേര് മാര എന്നാണ്. നെല്ല് എന്ന നോവലിൽ ഉടനീളം പ്രതിപാദിച്ചിരിക്കുന്ന പുഴയുടെ പേരെന്താണ്? ഉത്തരം ബാവലിപ്പുഴ. ബാവലിപ്പുഴ എന്നതാണ് നെല്ല് എന്ന നോവലിൽ ഉടനീളം പ്രതിപാദിച്ചിരിക്കുന്ന പുഴയുടെ പേര്. കുങ്കുമം അവാർഡ് നേടിയ മലയാളത്തിലെ ആദ്യത്തെ കൃതി ഏതാണ്? ഉത്തരം നെല്ല്. നെല്ലാണ് കുങ്കുമം അവാർഡ് നേടിയ മലയാളത്തിലെ ആദ്യത്തെ കൃതി. മല്ലനെ ഏതു പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? ഉത്തരം കാട്ടാനമല്ലൻ. കാട്ടാനമല്ലൻ എന്നായിരുന്നു മല്ലൻ അറിയപ്പെട്ടിരുന്നത്. കൂമൻ കൊല്ലി എന്ന കൃതി രചിച്ചത് ആരാണ്? ഉത്തരം പി. വത്സല. പി. വത്സലയാണ് കൂമൻ കൊല്ലി എന്ന കൃതി രചിച്ചത്. മാരയുടെ അച്ഛൻ്റെ പേരെന്താണ്? ഉത്തരം ചുണ്ടലി. ചുണ്ടലി എന്നാണ് മാരയുടെ അച്ഛൻ്റെ പേര്. മല്ലനും മാരയും കൂടി എവിടെയാണ് താമസിച്ചത്? ഉത്തരം വെള്ളരൊടിയിൽ. വെള്ളരൊടിയിലാണ് മല്ലനും മാരയും കൂടി താമസിച്ചത്. ജവര പെരുമൻ്റെ മകളുടെ പേരെന്താണ്? ഉത്തരം പേമ്പി. പേമ്പി എന്നാണ് ജവര പെരുമൻ്റെ മകളുടെ പേര്. മല്ലനും മാരയും തമ്മിൽ വിവാഹം കഴിക്കുന്നത് ഇഷ്ടമല്ലാതിരുന്നത് ആർക്കാണ്? ഉത്തരം കുറുമാട്ടി. കുറുമാട്ടിക്കാണ് മല്ലനും മാരയും തമ്മിൽ വിവാഹം കഴിക്കുന്നത് ഇഷ്ടമല്ലാതിരുന്നത്. നാട്ടിപ്പണി കഴിയുന്നത് എപ്പോഴാണ്? ഉത്തരം കർക്കിടക മാസത്തിൽ. കർക്കിടക മാസത്തിലാണ് നാട്ടിപ്പണി കഴിയുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.